ഹായ് ഓൾ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു എക്സാമിനേഷനാണ്. മാത്രമല്ല അത്യാവശ്യം നല്ല സാലറി ഉള്ള ഒരു പോസ്റ്റാണ്. അതിലുപരി നല്ല മത്സരം നടക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് ഒരു കൃത്യമായിട്ടൊരു പഠനത്തിനൊരു റോഡ് മാപ്പ് വേണം. ഏണസ്റ്റ് അക്കാഡമി ഒരു കൃത്യമായ ഒരു പഠനത്തിന് റോഡ് മാപ്പ് നൽകുന്നതിനായിട്ടൊരു വെബിനാർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു തസ്തികയെ പറ്റി പറയാം. ഇതിൽ കാറ്റഗറി നമ്പർ 723/2021 എന്ന നമ്പറിൽ 2021 നോട്ടിഫിക്കേഷൻ വന്നത്. അന്ന് ഈ ഒരു തസ്തികയ്ക്ക് അടിസ്ഥാന യോഗ്യതയായിട്ട് പറഞ്ഞിരുന്നത് ബിടെക്, അതിനുശേഷം ME/MTech നേടിയിരിക്കണം. ഇവയിൽ ഏതെങ്കിലും ബിയിൽ അല്ലെങ്കിൽ ബിടെക്കിൽ അല്ലെങ്കിൽ ME അല്ല MTechൽ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നിങ്ങൾക്ക് 60% കുറയാത്ത മാർക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം നിലവിൽ അത് ഫസ്റ്റ് ക്ലാസ് എന്ന രീതിയിലല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് പേ വെച്ചിട്ട് ഈ 60% മുകളിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നൊരു മാനദണ്ഡം മതി. ഇതാണ് നിലവിലെ സാഹചര്യം. കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിൽ ഇക്വലൻസി ഒന്നും വരുന്നൊരു പ്രവണത ഇല്ലായിരുന്നു. അപ്പോൾ ഇനി ഈ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഇക്വലൻസി വരും. ഇക്വലൻസി വരുമ്പോൾ ചിലപ്പോൾ IT-കാർക്കും ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. നിലവിൽ നമുക്ക് അതിനെപ്പറ്റി കൃത്യമായൊരു ധാരണയില്ല. ഇനി ഈ ഒരു പോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ AICT സ്കെയിലാണ് എൻ്റെ സാലറി വരുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 വയസ്സ് മുതൽ 39 വയസ്സ് വരെ ആയിരുന്നു. എന്നാൽ ഈ ഒരു ഏജിന് മാറ്റമുണ്ടാകും. 4 വയസ്സിൻ്റെ എക്സംഷൻ കൂടി ജനറൽ കാറ്റഗറിക്ക് വഴിയും അതുപോലെ തന്നെ SC ST OBC വിഭാഗങ്ങൾക്കും അതിൻ്റെ സെയിം എക്സ്റ്റൻഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനിയും ഇതിൻ്റെ DOE-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അന്നത്തെ എക്സാമിനേഷന് 50 മാർക്കായിരുന്നു, 50.67 മാർക്കായിരുന്നു കട്ട് ഓഫ് ആയിട്ട് വന്നിരുന്നത്. മാക്സിമം മാർക്ക് 65.67 മാർക്കുമായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവലും കട്ട് ഓഫ് സ്കോറും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മാനദണ്ഡമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഗൈഡൻസ് തരുന്നതിനായിട്ട് ഒരു സൗജന്യ വെബിനാർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു വെബിനാർ വരുന്നത്. ഈ ഒരു വെബിനാർ കൃത്യം 100 ഡേയ്സ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് എങ്ങനെ സമയബന്ധമായിട്ടൊരു ഓർഡറിൽ പഠിച്ചു തീർക്കാമെന്നും അതിൻ്റെ വെയിറ്റേജുകൾ ഓരോ മേഖലയ്ക്കും കൊടുക്കേണ്ടുന്ന വെയിറ്റേജുകളും അതിൽ ഓരോരുത്തർക്കും കൊടുക്കേണ്ടുന്ന കൃത്യമായ ഫോക്കസുകളും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വെബിനാറിലൂടെ നിങ്ങൾക്ക് തരുന്നത്. അതായത് 100 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാമെന്നല്ല, വരുന്നൊരു വലിയ പരീക്ഷയാണ്. അപ്പോൾ ഒരു 100 ദിവസം കൊണ്ട് തന്നെ ഫസ്റ്റ് ഘട്ടം നമ്മുടെ എല്ലാ പഠനങ്ങളും കൃത്യമായിട്ട് ഓർഡറിൽ എത്തിച്ച് ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം എക്സാമിനേഷനായിട്ട് നമ്മൾ പഠിക്കുക എന്നൊരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതായത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്, പഠിച്ചിറങ്ങിയവരുണ്ടാവും, മറ്റേതെങ്കിലും മേഖലയിൽ വർക്കൗട്ട് ചെയ്തവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു മേഖലയിലുള്ളവർക്കൊക്കെ ഇതൊരു കൃത്യമായിട്ടൊരു ഓർഡറിൽ ഇത് കിട്ടണമെന്നില്ല. അങ്ങനെ നിങ്ങളെ ഓർഡറിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ വെബിനാർ കണ്ടക്ട് ചെയ്തത്. വെബിനാറിന്റെ തീയതി എന്ന് പറഞ്ഞാൽ വരുന്ന ഏപ്രിൽ 27 വൈകുന്നേരം 7:30-ക്കാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം. നേരിട്ട് തന്നെ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഡൗട്ട്സും ഒക്കെ കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്ത് പോരാൻ പറ്റും. മാത്രമല്ല സംശയങ്ങളുമായിട്ട് അനുബന്ധപ്പെട്ട് മറ്റ് സംശയങ്ങളും രൂപപ്പെടും. അതൊക്കെ നമുക്ക് വെബിനാർ എടുക്കുന്ന എക്സ്പെർട്ടിനോട് ചോദിച്ച് മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ ഈ ഒരു വെബിനാറിന് പങ്കെടുക്കുന്നതിനായിട്ട് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്മൾ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കുക, നമ്മളുടെ വലിയ ലക്ഷ്യം നേടിയെടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.